നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ ബുക്കിൽ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ ഇന്ത്യ, അവർ ഇന്ത്യ 11ാമത്തെ ചാപ്റ്ററാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ്. അതായത് ഈ ഒരു വീഡിയോ സീരീസിലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് ഈ ഒരു വീഡിയോയോട് കൂടി കംപ്ലീറ്റ് ചെയ്യും. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടാവും, അതായത് കഴിഞ്ഞ VO 2019 നടന്ന VO, അതിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സോഷ്യൽ സയൻസിൽ നിന്നാണ് വന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ 2020 ജാനുവരിയിൽ ഒരു LDC നടന്നിട്ടുണ്ട്, അതിലെ GK ക്വസ്റ്റ്യൻസ്, സോഷ്യൽ സയൻസിൽ വന്നിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോട് ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഏകദേശം മൊത്തം നമ്മളൊരു 500-ലധികം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ട് 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് കൃത്യമായിട്ട് സോർട്ട് ചെയ്തിടുന്നതായിരിക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിടുന്നതായിരിക്കും. അപ്പം ചരിത്രത്തിൻ്റെ ബേസിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ചാനലിൽ കൂടി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ത്യ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാം. കാരണം ഇതിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഇന്ത്യയുടെ ജോഗ്രഫിയും അതുപോലെ ഫിസിയോളജി എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാണ്. എന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പഠിച്ചു തുടങ്ങുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, എന്നാൽ അവിടെ കാണാത്ത ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഹയർ ക്ലാസ്സുകളിൽ കാണാത്ത, എക്സാമിന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ വടക്ക്, തെക്ക് ഭാഗത്ത്, ഈ ഭാഗത്ത് കാണുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയാറുണ്ട്, അറബിക്കടലെന്നും ബംഗാൾ ഉൾക്കടലെന്നും. ഓക്കെ അല്ലെ, ഇവിടെ കാണാമല്ലോ, ബംഗാൾ ഉൾക്കടൽ, അതുപോലെ തന്നെ അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം, അതായത് ഈസ്റ്റേൺ ഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നും പടിഞ്ഞാറ് ഭാഗം, അതായത് വെസ്റ്റ് ഭാഗം അറബിക്കടലെന്നും അറിയപ്പെടുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ 28 സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 28 സംസ്ഥാനമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണ കേന്ദ്രങ്ങൾ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുക, അഥവാ ക്യാപിറ്റൽ എന്നറിയപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും അവസാനം കൊണ്ട സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാന 2014 ജൂൺ 2-നാണ് തെലങ്കാന ഫോം ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണ്, 2014 ജൂൺ 2-നാണ് തെലങ്കാന ഫോം ചെയ്തത്. അതുപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, രാജ്യത്തിന്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരി അഥവാ നഗരമാണ് ഡൽഹി. ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് എത്ര ഫിസിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ളത് ചോദ്യമാണ്. എത്ര എണ്ണം എന്നുള്ളത് ചോദ്യമാണ്, മനസ്സിലായോ? 5 എണ്ണമാണ് ഉള്ളത്. അതായത് ഉത്തരപർവ്വത മേഖല, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മൾ മൊത്തമായിട്ട് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ പീഠഭൂമികൾ, ദ്വീപുകൾ, തീരസമതലം എന്നിങ്ങനെ 5 ഫിസിക്കൽ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യക്കുള്ളത്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, പീഠഭൂമികൾ, ദ്വീപുകൾ, തീരസമതലം എന്നിങ്ങനെ 5 ഫിസിക്കൽ ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യക്ക് ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ്. എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അപ്പം അതുകൂടാതെ മറ്റു പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ സാത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. ഇതും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാം പീക്സ് നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശമാണ് സമതലങ്ങൾ. അതുപോലെ ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ സമതലം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നു. ഹിമാലയ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തെ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് പറയുന്നത് ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ്. അതുപോലെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ്. ഓക്കെ, ആ മരുഭൂമിക്ക് പറയുന്ന പേരെന്താണ്? ഥാർ മരുഭൂമി എന്ന് വിളിക്കും. ഈ കാണുന്നത് ഡക്കാണാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമി. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശമാണ് പീഠഭൂമി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഈ കാണുന്ന ഡക്കാൻ പീഠഭൂമി. ഇതുകൂടാതെ ഡക്കാൻ കൂടാതെ നമുക്ക് വീണ്ടും പീഠഭൂമികളുണ്ട്. അതൊക്കെയാണ് മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നീ പീഠഭൂമികൾ. ഓക്കെ, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളൊക്കെ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരസമതലം. അതുപോലെ ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ട്. എണ്ണമാണ് പലപ്പോഴും ചോദിക്കുക. 9 എണ്ണമാണ് ഉള്ളത്. ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. 9. ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും. ഇന്ത്യൻ നദികളെ നമ്മൾ പ്രധാനമായിട്ടും 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഹിമാലയൻ നദികളെന്നും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളെന്നും. എന്തൊക്കെയാണ്? ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും. ഈ ഹിമാലയൻ നദികളിൽ പ്രധാനമാണ് 3 എണ്ണം. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ഉപദ്വീപീയ നദികൾക്ക് എക്സാമ്പിൾ ആണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയൊക്കെ. നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവയെല്ലാം തന്നെ ഉപദ്വീപീയ നദികളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിൽ കൂടെ ഒഴുകുന്ന നദികളാണ് ഇത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഉപദ്വീപീയ നദി എന്ന് പറയുന്നത്. ഉപദ്വീപ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഇന്ത്യയുടെ ആ വാല് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നത്. ആ വി ഷേപ്പിൽ കാണുന്ന ആ ഭാഗം. അതുവഴി ഒഴുകുന്ന നദികളാണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ. ഇനിയിപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 കാലാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ 3 തരം ഋതുക്കളാണ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ചിറാപുഞ്ചി എവിടെയാണ്? മേഘാലയയിലാണ്. അതുപോലെ തന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ഇന്ത്യയിൽ ശൈത്യകാലം, തണുപ്പ് കാലം അനുഭവപ്പെടുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടും. ഓക്കെ, പ്രധാനമായിട്ടും 3 കാലാവസ്ഥയാണുള്ളത്. ഇതൊക്കെയാണ് മഴക്കാലം, റെയിനി സീസൺ, അതുപോലെ തന്നെ ശൈത്യകാലമുണ്ട്, വിന്റർ സീസൺ ഉണ്ട്, അതുപോലെ തന്നെ സമ്മർ സീസൺ ഉണ്ട്. മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ നമുക്ക് 3 ഋതുക്കളാണ് ഇന്ത്യയിലുള്ളത്. ഇനിയിപ്പം പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ പൊങ്കൽ, അതുപോലെ തന്നെ ആസാമിൽ ബിഹു. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. ചോദിക്കാൻ കാര്യം എന്താണ്? ഇത് ടെക്സ്റ്റിൽ അതേപടി കിടക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ആഘോഷമാണ്? ആസാമിൻ്റെ ആഘോഷമാണ് ബിഹു. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ആഘോഷമാണ് ഹോളി. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.